ഈശ്വര, മണി 8 കഴിഞ്ഞു. എനിക്കിന്ന് കടുവാസാന്റെ എക്സ്ട്രാ ക്ലാസ് ഉള്ളതാ. എന്നാ നീ തയ്യാറായിക്കോ, ഇനിയിപ്പോ അവിയലൂടെ ഇല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഇനി ഏട്ടന്റെ ഡ്രസ് തേക്കണ്ടേ? ഞാൻ കൂടെ സഹായിക്കാം. വെറുതെ ക്ലാസ് മുടക്കണ്ട പെണ്ണെ, കടുവാ സാറാ തല്ലും. ഓ, എന്നെ തല്ലിയൊന്നുമില്ല, ഞാനിപ്പോ സാറിന്റെ പെറ്റാ. അത് കള്ളം. അതേന്നേ, 2 ദിവസത്തിന് മുമ്പ് സാറൊരു ചോദ്യം, ഭാവിയിൽ ആരാകാനാ ആഗ്രഹം? സുമിത്രയ്ക്ക് എഞ്ചിനീയർ, കാവ്യക്ക് ഡോക്ടർ. ഞാൻ പറഞ്ഞു എനിക്ക് സാറിന്റെ പേര് വലിയ സാറായ മതിയെന്ന്. അതോടെ കടുവ ഫ്ലാറ്റ്. അമ്പടി കേമി. എന്നാ ചട്ടി അടുപ്പത്ത് വെച്ചാ കടുകൊന്ന് വറുത്തേ. അല്ലേച്ചി, നമ്മുടെ വീട്ടിൽ മിക്സി വാങ്ങിച്ചു വെച്ചിരിക്കുന്നേ വെറുതെ കാണാൻ വേണ്ടിയാണോ? ഏട്ടൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. നല്ല രുചി വേണമെങ്കിൽ അമ്മി തന്നെ അരയ്ക്കണം. അയ്യോ, ഏട്ടൻ ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണ്ടാണല്ലോ. ഏട്ടാ, കുളി കഴിഞ്ഞോ? കഴിയാറായി. ഒന്ന് വേഗം വന്നേ. അവിയലിന് ഇത്ര അറിഞ്ഞാ മതിയോ നോക്ക്. മതി, ധാരാളം മതി. കാണാതെ എങ്ങനെ മനസ്സിലായി? അമ്മിയുടെ ശബ്ദം കേട്ടാൽ അറിഞ്ഞൂടെ കുട്ടാ. ഓ, കാതുകൊണ്ട് പാകം നിശ്ചയിക്കുന്ന ഒരു പാചക വിദഗ്ധൻ. ഏട്ടൻ റെഡി. കാപ്പി എടുത്തു വെച്ചോ. വേഗം ആവട്ടെ മക്കളെ. എടുത്തു വെച്ചു. ആ, റെഡി റെഡി റെഡി. ഇന്ന് സ്പെഷ്യല് ഏട്ടൻ ഇഷ്ടപ്പെട്ട തക്കാളി കറിയാ. ആഹാ, ഇവളെ തൊടിയിച്ചിട്ടില്ല. എന്റെ സ്വന്തം പാചകവാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. അസല് ഗംഭീരം. ഇന്നെങ്കിലും ഏട്ടന്റെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞല്ലോ. ഉപ്പ് കുറച്ചെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായനെ. തുടങ്ങി കുറ്റം പറിച്ചില്ല. ഇനി എന്തെങ്കിലും മുളക് വിടാൻ മറന്നോ? പക്ഷെ സാരമില്ല, അതിന്റെയൊക്കെ കോട്ടം തീർക്കാൻ വേണ്ടി പുളി കാര്യമായിട്ട് തട്ടിയിട്ടുണ്ടല്ലോ. തനിച്ചുണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ. എത്ര പ്രാവശ്യം ഏട്ടൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. 2 പേർക്കും എല്ലാം അറിയാവുന്ന ഭാവം. എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല. എന്നാ ഒരു ജോലിക്കാരിയെ വെക്കാന്ന് വെച്ചാലോ? അതും വേണ്ട. ഓ, പിണങ്ങിയോ? മക്കളെ, പെൺകുട്ടികളായ നന്നായിട്ട് പാചകം അറിഞ്ഞിരിക്കണം. അന്യരുടെ വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ. ഭർത്താവിന്റെ വീട്ടുകാർ ആദ്യം നോക്കുന്ന പുതുപ്പെണ്ണിന്റെ പാചകമായിരിക്കും. അത് ശരിയല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും അമ്മായിമ്മ പോരിനെ നാത്തും പോരിന്റെ ഒക്കെ തുടക്കം. അതൊക്കെ ഒഴിവാക്കാൻ വഴിയുണ്ട്. അതെന്താ? ഏട്ടനെ പോലെ നന്നായിട്ട് അടുക്കള പാചകം അറിയാവുന്നവർക്ക് ഞങ്ങൾ കിട്ടിച്ചു കൊടുത്താൽ മതി. മർമ്മം ഗോപാലുള്ള ഇനി എഴുന്നേറ്റില്ലേ? അച്ഛൻ എപ്പോഴേ എഴുന്നേറ്റ് കസരത്ത് തുടങ്ങി. ഇങ്ങനെ 101 പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത ജാനുവിന് നല്ല ബലം കിട്ടും. കസർത്തെടുക്കാൻ നമ്മളും ബലമെല്ലാം ജാനുവിനും. ഏതാ ശനി ജാനു? അയ്യടാ, എടോ, ഈ ജാനു എന്ന് പറയുന്ന ഒരു മർമ്മത്തിന്റെ പേരാ. ഗുദം വസ്തീനാഭി ഹൃദയം, സ്തനമൂലം സ്തനരോഹിതം, അപാരാജം ജാനു എന്നിങ്ങനെ 107 മർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ സദ്യപ്രാണഹരം, കാലാന്തരപ്രാണഹരം എന്നീ ഉപവകുപ്പുകളുണ്ട്. ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണഹരം, കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തരപ്രാണഹരം. സർവീസിലായിരുന്നപ്പോ പല കൊലകൊമ്പന്മാര് ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണഹര മർമ്മത്തിനിട്ട് കുത്തിയിട്ടാ. അതുകൊണ്ടാണല്ലോ ആശാൻ മർമ്മം ഗോപാലപിള്ള എന്നറിയപ്പെടുന്നത്. അതേടോ, ഇപ്പോഴൊരു 10-20 പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും. ഒരു ചൂണ്ടുവർമ്മം പഠിപ്പിച്ചു തരൂ ആശാനെ. അയ്യാ, അത് തന്റെ ഭാര്യക്കിട്ട് ചൂണ്ടല്ലേ. അതിന് ഫീസ് വേറെ വേണം. ഇപ്പൊ തൽക്കാലം ജാനുവിനെ മുറുകെ പിടിച്ചോ. സ്റ്റാർട്ട്. ഓ ചേച്ചി, പതുക്കെ. മുടി കെട്ടാനാ പറഞ്ഞത്, പിഴുതെടുക്കാനല്ല. ഈ ആണുങ്ങൾക്കൊക്കെ എന്തൊരു സുഖാ. ചീപ്പെടുത്ത് 2 പിടി കഴിഞ്ഞു. ഇപ്പൊ മുടി പിന്നി കിട്ടുന്ന ആണുങ്ങളും ഉണ്ടടി. പങ്കെന്നാ പറയുന്നേ. ഓ, പതുക്കെ. കണ്ടില്ലേ, ഒട്ടും ശരിയായില്ല. നീ എന്താടി സൗന്ദര്യ മത്സരത്തിന് പോവാണോ? ഒന്ന് പോയോ ജി. ഏട്ടാ, ഞാൻ വിളിക്കാം. എന്താ ഇവിടെ പ്രശ്നം? കണ്ടില്ലേ ഏട്ടാ, മുടി കെട്ടി വെച്ചിരിക്കുന്നത്. നന്നായില്ലേട്ടാ? നന്നായില്ല. കുട്ടന്റെ മുഖത്തിന് യോജിക്കുന്ന ഇരട്ടപ്പിരിയ. അല്ലെങ്കിൽ അവൾക്കൊരു പിരി ഇളകിയതാ. ഏട്ടൻ ഇനി ഇരട്ടപ്പിരിയുടെ ആക്കിയാലോ? ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്കാം. കൂട്ടുകാരികളിലൊക്കെ ഞാൻ പറഞ്ഞു ഏട്ടനെ എന്റെ മുടി കിട്ടുന്നതെന്ന്. അപ്പൊ അവർക്കൊക്കെ അത്ഭുതം, ആണുങ്ങൾ ഇങ്ങനെ മുടി കിട്ടുമെന്ന്. അസൂയ. അയ്യോ, സുഖിപ്പിക്കല്ലേ കുട്ടാ. ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഏട്ടൻ അറിയില്ലടി നിന്നെ. എന്തായാലും എന്റെ ഈ കേശാലങ്കാര പണിയൊക്കെ കുറച്ചു ദിവസം കൂടി മതിയല്ലോ. അത് കഴിഞ്ഞാലോ? ഏട്ടത്തി വരാൻ പോവല്ലേ. പിന്നെ കണ്ണെഴുത്ത്, പൊട്ടുതൊടിയില്, മുടികെട്ട്, തേന്നോട്ടം ഒക്കെ ഏട്ടത്തി നോക്കിക്കോളും. കണ്ടറിയാം. വലിയ പോലീസ് ഓഫീസറുടെ മോളാ. നല്ല പത്രാസുകാരിയായിരിക്കും. അങ്ങനെ പത്രാസ് കണ്ട് മയങ്ങുന്നവനൊന്നും അല്ല ഏട്ടനെന്ന് എന്റെ കുട്ടന്മാർക്ക് അറിയില്ലേ. പാവമാ, അതുകൊണ്ടല്ലേ ഏട്ടൻ സമ്മതിച്ചത്. അഥവാ അല്പം കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങൾ അത് ശരിയാക്കി എടുത്തോളാം. എന്ന് വെച്ച് നാത്തും പോരൊന്നും അല്ല കേട്ടോ. അയ്യാ, സമയായി. ചെല്ല് ചെല്ല്. അയ്യോ,
കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം. പിന്നെ നല്ല വിശപ്പുണ്ട്. കാണുമല്ലോ, നാട്ടുകാരെയൊക്കെ മർമ്മം പഠിപ്പിക്കുന്നതല്ലേ. ആ പിന്നെ ഉച്ചയ്ക്ക് രസായനം കഴിച്ച് ഫിറ്റായി ഉണ്ടാതെ കിടന്നേക്കരുതേ. സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലേ മർമ്മം ഗോപാലപിള്ള ഒരു ചർമ്മം ഗോപാലപിള്ള ആയിപ്പോ. ഓ അസത്തെ ചാച്ചാ. ചുമ്മാ കേട്ടുകൂടെ. അച്ഛനായാലും സ്വന്തം ഇടം വിട്ടു കൊടുക്കരുത്. ടാറ്റാ. ഓടി. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിരുന്നു. അച്ഛൻ മകനെയല്ല റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ കമ്മീഷനാണ് സല്യൂട്ട് ചെയ്തത്. അല്ലെങ്കിലും കാക്കി ഇട്ടവൻ കാക്കി കണ്ടാ സല്യൂട്ട് ചെയ്ത് പോവും. IPC മതി. യെസ് സാർ. ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രപാലന്റെ കാര്യം. അച്ഛൻ സർവീസിലിരിക്കുമ്പോ അവൻ കുറെ കാലം SI ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് അവൻ എന്നെ ഒരുപാട് തന്തയ്ക്ക് വിളിച്ചതാ. അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് വിളിച്ചേക്കണം. അവന്റെ തന്തയും തന്തയുടെ തന്തയും അല്ലെങ്കിൽ വേണ്ട കുടുംബം അടക്കം അങ്ങ് വിളിച്ചേക്കണം. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിൽ കീഴുദ്യോഗസ്ഥരെ തെറി വിളിക്കാൻ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും കാരണം കണ്ടെത്തി 4 തെറിയൊക്കെ വിളിച്ചേക്കണം. എന്താ മറക്കാതെ തന്നെ വിളിക്കൂ. യാതൊരു കാരണവുമില്ലാതെ മറ്റൊരുത്തനെ തെറി വിളിക്കുന്നത് IPC എത്രാം വകുപ്പിൽ വരും ഹെഡ് കോൺസ്റ്റബിളെ? ചായ തണുത്തു പോകും. തണുത്തോട്ടെ അച്ഛാ. കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടതേ തെറിയല്ല, തിയറിയാ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. സൽപ്പേര് വന്നില്ലടോ? സൽപ്പേരിയേട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയാൾ എന്നും ലേറ്റ് ആണല്ലോ. ഒരു ഭാര്യയും 2 കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോ 2 ഭാര്യ 7 മക്കളും ഉള്ള സൽപ്പേരിയേട്ടന്റെ കാര്യം. അച്ഛാ. ആ പട ഇറങ്ങി കഴിഞ്ഞു. ഒന്ന് നിന്നേ, ബട്ടൺസ് ഇട്ടോട്ടെ. പപ്പ ഫോൺ ബോക്സ് വാങ്ങാൻ മറക്കല്ലേ. ഇല്ല മോളെ, എന്റെ ക്രിക്കറ്റ് ബോളിന്റെ കാര്യം ഓർമ്മയുണ്ടടാ. പപ്പ കളിക്കൊടുക്ക. അയ്യോ കേട്ടടാ. സഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു. മഞ്ജുവിന് മഞ്ഞഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ? ഓ ആശ്വാസം. സമയമായി. ആ ടാറ്റാ. വേഗം ചെല്ലേ. എന്താടോ വൈകിയത്? സർ, 1-ാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 2-ാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 1-ാം ഭാര്യ. മതിയടോ. സർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. പാൻസിന്റെ സിബിട്. സോറി സർ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. ഹലോ, കമ്മീഷണർ ഹിയർ. DGP ആണ്. സർ പ്ലീസ്. ആ ചൈതന്യ നഗറിൽ നിന്ന് 1-2 പേര് വിളിച്ചിരുന്നു. ഒരു പ്രശ്നമുണ്ട്. അറിയാം സർ. 2 ദിവസം മുമ്പ് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവിടുത്തെ CAയും SIയും വിളിച്ചാൽ സംസാരിച്ചിരുന്നു. പിന്നെ ഇന്റലിജൻസ് വിങ്ങിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഒരാളെ നിയോഗിച്ചിട്ടുമുണ്ട്. ഓ, അപ്പൊ താൻ അഡ്വാൻസായി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഗുഡ്. VIP-കൾ താമസിക്കുന്ന കോളനിയാണ്. വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കണം. പിന്നെ DIG നാളെ ചാർജ് എടുക്കൂ. തനിക്കാ റെസ്പോൺസിബിലിറ്റി. എത്ര വമ്പന്മാരായാലും യു ടേക്ക് ബോൾഡ് ആക്ഷൻ. യെസ് സർ. വിശദമായിട്ട് അന്വേഷിച്ച് അപ്പം റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സഞ്ജീവിന് വിവരം കിട്ടിക്കഴിഞ്ഞു. അയാൾ നടപടി എടുത്തു കഴിഞ്ഞു. ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും കിട്ടിയിട്ടില്ല. വെറും ഒരു ഫോൺ കാളിന്റെ പേരില്. അല്ലെങ്കിൽ തന്നെ കമ്മീഷണർ ഇതിൽ ഇടപെടുത്തേണ്ട കാര്യമെന്താ? ബന്ധപ്പെട്ട CIയോടോ SIയോടോ അന്വേഷിക്കാൻ പറഞ്ഞാൽ പോരെ? പോരാ. സംസ്ഥാനത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിരുന്ന ഈ നഗരത്തെ ചാർജ് എടുത്ത 6 മാസത്തിനുള്ളിൽ സമാധാന മേഖലയാക്കി മാറ്റാൻ സഞ്ജീവന് കഴിഞ്ഞു. ഇനി അഥവാ അങ്ങനെ ഒരു മാഫിയ സംഘം ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളാനും സഞ്ജീവന് കഴിയും. സഞ്ജീവനെ കഴിയൂ. ഓ അങ്ങനെ. അല്ല, സഞ്ജീവന് ഷൈൻ ചെയ്യാനുള്ള അവസരം സാറുണ്ടാക്കി കൊടുക്കണം. മരുമകനാകാൻ പോകുന്ന ആളല്ലേ. സാർ, ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല. തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളൂ. പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ. അവളെ കസ്റ്റഡിയിൽ എടുക്കാൻ രാമേഷം പോയിട്ടുണ്ട്. ഓക്കെ. വേറെ വകുപ്പുകളുണ്ടല്ലോ, അതെന്തായി? അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ. അവനും അന്വേഷണത്തിന് പോയിരിക്കുക. അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആവുമ്പോൾ അറിയിച്ചാൽ മതി. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷി ഉണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക. നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പൊ തന്നെ 2 ഭാര്യമാരില്ലേ? ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ.
2 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ വാരണ്ട. അതി സൽപ്പേര് സദാനന്ദന്റെ കഴിവാ. അതാണെന്താ? നോ സാർ. കേട്ടോ? ഭാഗവതരി മാമ ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ളാം. എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ. അതുകൊണ്ട് മാമൻ വിഷമിക്കണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ വെറുതെ കശപിശ ഉണ്ടാക്കാതെ ബാ മാമ ബാ. DGPയുടെ മോളെ, ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ? നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും. ആണോ? വലക്കല്ലേ മോളെ. ഏയ് നല്ലവളാ. മോന്ത കണ്ടറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ. അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ, മല്ലിക. അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നല്ല താളം, ശ്രുതി, സ്വരസ്ഥാനം ഭയങ്കരം. 4.5 കട്ടയ്ക്ക് ഒരു പിടി പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവാ യെസ് കമിൻ. പുതുപ്പെണ്ണെന്താ ഈ വേഷത്തില്? ഇപ്പഴാ ഒരു റിലീഫ് കിട്ടിയത്. വെറുതെ പട്ടുസാരിയും വലിച്ചു വാരി ചുറ്റി കുറെ ആഭരണം ഇട്ട് എന്തൊരു ചൂടായിരുന്നു. വേർത്തൊഴുകായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഞാൻ സാരി ഉടുക്കുന്നത്. യാ, ഫോർ ദ ഫസ്റ്റ് ടൈം. AC ഇല്ലേ? അസിസ്റ്റന്റ് കമ്മീഷൻ ലീവിലാ. അതല്ല, AC, എയർ കണ്ടീഷണർ. അയ്യോ, അതിനൊക്കെ ഒരുപാട് ചിക്കിലി വേണ്ടേ? കമ്മീഷണറുടെ ശമ്പള സ്കെയിൽ എത്രയാണെന്നേ DGPക്ക് അറിയാം. അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി മേടിക്കണം. AC വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ടത് വാങ്ങിപ്പിക്കോ? എന്റെ കുടുംബാന്തരീക്ഷമൊക്കെ ഗീതുവിന് മനസ്സിലായി കാണുമല്ലോ. സംഗീതയെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മരണം. ഞാനും സഹോദരിമാരും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വളർത്തിയത് സഹോദരിമാരെ പോലല്ല, സ്വന്തം മക്കളെ പോലെ. അടുക്കള കാര്യങ്ങള് ഞങ്ങളെല്ലാം ചേർന്നാ ചെയ്യുന്നത്. കുട്ടന്മാർക്ക് എല്ലാം അറിയാം. കുട്ടന്മാരോ? അതാരാ? സാവിത്രിയും സംഗീതയും എനിക്ക് കുട്ടന്മാരാ. എന്റെ സംഗീതയും സാവിത്രിയും ഇന്നു മുതൽ ഞാനങ്ങടെ ഏൽപ്പിക്കുക. ഗീതു അവർക്ക് വെറും നാത്തു മാത്രമല്ല, അമ്മ, സഹോദരി, ഏട്ടത്തി, കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം. ആയിരിക്കുന്നറിയാം. പാല് തണുക്കുന്നു. ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആദ്യ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത്. കുടിച്ചോ. എനിക്ക് വേണ്ട, ഞാൻ പാല് കുടിക്കില്ല. അല്ല, ആദ്യ രാത്രി ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി? അത് സാരില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കറക്റ്റ്, ഗീതു പറഞ്ഞാൽ ശരി. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കുടിക്കുന്നതിലല്ല, അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം. കുടിക്കട്ടെ. ഇനി ലൈറ്റ് അണയ്ക്കണം, കിടക്കണം. എന്താ അതിലും വല്ല വ്യത്യാസമുണ്ടോ? ഇനി ചേഞ്ച്. ഇടുക്കിയിൽ ഭൂമി കുലുക്കം. മലവെള്ളപ്പാച്ചിലിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ചായ. മിടുക്കി. അതിരാവിലെ ഭർത്താവിന് ഒരു കപ്പ് ചായ കൊണ്ട് തരാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. ഭാര്യമാരായാൽ അങ്ങനെയാ വേണ്ടത്. സന്തോഷായി. ഇന്നലെ ബാക്കി പാല് നിരസിച്ചപ്പോ ഒരല്പം വിഷമം തോന്നി. തണ്ടല്പം കൂടുതലല്ലേന്നൊന്നും സംശയിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിട്ടോ. രാവിലെ കുളിച്ച് ഈറൻ മുടിയിൽ തുളസിക്കതിരും ചൂടി ചന്ദനക്കുറിയും ചാർത്തി കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി എന്റെ മുന്നിൽ അവതരിച്ചു നിൽക്കുന്ന മലയാള തനിമയുള്ള സുന്ദരി ഗീതാ റാണി, നിനക്ക് സ്വാഗതം.
നിങ്ങളോ? ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപ്പിസിന്റെ പ്രേമസാഹിത്യം കലക്കി കേട്ടോ. അപ്പൊ എടുത്ത് ഇന്നലെ ബാക്കി പാല് കുടിച്ചില്ലല്ലേ? എന്താ എന്താ എത്ര ചിരിക്കാൻ? ജോക്ക് വല്ലതാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. അല്ല, ഞങ്ങൾ ചായ ഉണ്ടതപ്പം ഏട്ടത്തിയാണ് ധരിച്ച് ഏട്ടൻ കൊറേ ഡയലോഗ്. ഏട്ടത്തി ഒന്ന് കേൾക്കണമായിരുന്നു. നല്ല സാഹിത്യം. അതാണോ കാര്യം? ഇതുവരെ നിങ്ങളെ സഹോദരനും സഹോദരിമാരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നിരിക്കാം. പക്ഷേ ഇനി മുതൽ വൈഫിന് എവിടെ സ്ഥാനം, അത് മറക്കരുത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. അല്പം പ്രൈവസി ഒക്കെ വേണം. എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ സഞ്ജു? ദൈവമേ, സാധാരണ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നതാ പതിവ്. ഇവള് പുരയിടിച്ച് നിരത്തുവോ? എന്താ ഗീതു ഇങ്ങനെയൊക്കെ? അവര് കുട്ടികളല്ലേ? എന്താ പേടിച്ചു പോയോ? ഇതാ ഗീതു. ഞാനൊരു തമാശ പറഞ്ഞത് എന്റെ കുട്ടികളെ. ഡോണ്ട് ബി സില്ലി. ഇത് ഗീതുന്റെ ഒരു നമ്പരാ. ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഇനി ഉണ്ടാവുമോ? എന്താ ഗീതു, എന്തു പറ്റി? എന്തോന്നും മിണ്ടാത്തത്? ഹേയ്, നത്തിങ്. അതല്ല, എന്തോ ഉണ്ട്. ടൂർ പ്ലാൻ ചെയ്യുമ്പോ താൻ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. ഞാൻ ഹാപ്പി അല്ലെങ്കിലും പിറകിലിരിക്കുന്ന രണ്ടുപേര് ഭയങ്കര ഹാപ്പിയാ. He is our DGP's guest, Police Commissioner from Kerala. Good morning, sir. ഗുഡ് മോർണിംഗ്. Oh, you are four of you. യാ, I am sorry you have booked only one room. അങ്കിൾ ഒരു മുറിയെ ബുക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു റൂം പോരെ? സഞ്ജുവിന്റെ ഇഷ്ടം. ഐ, നല്ല മെത്ത. എന്തൊരു തണുപ്പാ. കുളിരുന്നേ. ശരിയാ, നല്ല ബെഡ്ഷീറ്റ് അല്ലേ ചേച്ചി? ഹായ്, നല്ല തലയണ. ഇത് പിതാന്ന്. ഹായ്. എന്താ കുട്ടന്മാരേത്? ഇനി ഒന്നേ രണ്ടുപേരും പോയി കുളിച്ചേ. ഈ തണുപ്പത്തോ? ബാത്റൂമില് നല്ല ചൂടുവെള്ളം കിട്ടും, പോയി കുളിക്കേ. കുളിക്കാം. ചെല്ലേ പിള്ളേ. എക്സ്ക്യൂസ് മീ മാഡം, ഫുഡ്? യെസ്. I want vegetable au gratin, chicken steak on sizzler, American chop suey, chicken saslik, chicken rolls, and spaghetti alla Italiana, and dinner rolls. What about you, Sanju? 1 plate of tapioca, curry of nattoli, 2 broken kandari molagu mixed with salt, rice soup with rasa. മനസ്സിലായില്ലേ? മരച്ചീനി പുഴുങ്ങിയതും നത്തോലിക്കറിയും ചതച്ച 2 കാന്താരി മുളകും രസം ഒഴിച്ച നല്ല ചൂട് കഞ്ഞിവെള്ളവും. എന്താ സഞ്ജു ഇത്? എനിക്ക് ഈ കുന്തങ്ങളുടെ പേരൊന്നും അറിഞ്ഞൂടാ. ആനക്കെടുപ്പത് നീ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ ബാലൻസ് നീ കഴിക്കില്ലെങ്കിലും നിന്റെ ബാലൻസ് ഞാൻ കഴിച്ചോളാം എന്റെ DGPയുടെ മോളെ. ഹണിമൂണാണ്, ചേട്ടനൊന്ന് പുറത്തു പോവോ? അയ്യോ അണ്ണാച്ചി, അപ്പടിയേ പോങ്ക പോങ്ക. ഓ, ഞങ്ങളുടെ കുളി കഴിഞ്ഞു. ഏട്ടനും ഏട്ടത്തിയും കുളിച്ചോ? സഞ്ജു, ഒരു കുറവുണ്ട്. അതെന്താ? സഞ്ജുവിന്റെ അച്ഛനെ കൂടെ കൂട്ടായിരുന്നു. അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. സഞ്ജു, നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മതി, ആ ചൂടങ്ങ് മാറിക്കിട്ടും. തല നല്ലോണം തോർത്തണേ. അയ്യോ, എന്ത്
എന്തുമാത്രം സാധനങ്ങളാ ഇതെന്താ എടുത്തി? അമേരിക്കൻ ചോപ്സ് സ്വീറ്റ്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതങ്ങനെ ആയതുകൊണ്ട്. എനിക്ക് നല്ല വിശപ്പെടുത്തി, ഞാൻ കഴിച്ചോട്ടെ. സഞ്ജു, ഇവർക്ക് വിശക്കുന്നു, കഴിച്ചോട്ടേന്ന്. ആ കൊടുത്തോ. ഞാൻ എടുത്തുതരാം. അയ്യോ, സംഗീത, ഞാൻ എടുത്തു തരില്ലായിരുന്നോ? എന്തിനാ ഇത്ര ഹരി? എന്താ എന്തു പറ്റി? ഞാൻ ഇവർക്ക് സെർവ് ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് സംഗീത കയറി എടുത്തു, ഒരു ഡിഷ് അങ്ങ് തെറിച്ചു. എന്തിനാ ഇത്ര സ്പീഡ്? സഞ്ജീവൻ ഇവർക്ക് ചൈനീസ് ഫുഡൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാ. അയ്യോ, ഡോണ്ട് ഫീൽ ബാഡ്. സംഗീത പോയി ഡ്രസ് വാഷ് ചെയ്യൂ. ചെല്ലടാ, പോയി കഴുകു. അവര് വളർന്നതും ഗീത് വളർന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ തന്നെ ഗീത് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഡോണ്ട് വറി, ഐ മാനേജ്. നിങ്ങൾക്ക് തനിച്ചൊരു മുറി വേണമെന്ന് എന്താ അത്ര വാശി? അതെ അതെ ഏട്ടത്തി. ഒന്നുമില്ല ഏട്ടാ, ഞങ്ങൾ കുറെ നേരം ടി വി കണ്ട്, പിന്നെ വർത്താനം പറഞ്ഞ്, പിന്നെ ടി വി കണ്ട്, കമ്മീഷണർ സാർ പോയി കിടന്ന് ഉറങ്ങിക്കോ. അതൊന്നും അല്ല, എന്തോ ഉണ്ട് പറയടാ കൂട്ടാ. അതെ, ആ കരുതെറ്റിക്കളഞ്ഞ ഞാനല്ല, ഏട്ടത്തിയാ. എന്തിനാണെന്നറിയോ? ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്താക്കാൻ. പോട്ടെ, സാരില്ല. മക്കള് കിടന്ന് ഉറങ്ങിക്കോ. കഥക് നല്ലോണം കുറ്റിയിട്ടേക്കണം. രാവിലെ ഏട്ടൻ വന്ന് വിളിച്ചിട്ടേ കഥ ഉറക്കാവൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. അതേ, നിങ്ങളെ തനിച്ചാക്കിയിട്ട് അപ്പുറത്ത് പോകുന്നോണ്ട് കുട്ടന്മാർക്ക് വിഷമമൊന്നുമില്ല. ഏയ്, ഞങ്ങൾക്കൊരു വിഷമമില്ല. കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ ഹണിമൂണ് പോവല്ലോ. അപ്പൊ ഏട്ടൻ വിഷമിക്കാതിരുന്നാ മതി. കഷ്ടായി. പിള്ളേര് തനിച്ച് അപ്പുറത്തും നമ്മൾ ഇപ്പുറത്തും. അവ വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ? സഞ്ജു അല്ലേ നിർബന്ധിച്ച് ഒപ്പം കൂട്ടിയത്? ഞാനും കൂടി വീട്ടിലില്ലെങ്കിൽ അച്ഛൻ രാവിലെ മുതൽ തുടങ്ങും സേവ. ഓവറായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ടാ. ഓക്കെ, പക്ഷേ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ടാ ഹണിമൂണ് പോകുന്നത്. വലിയ കമ്മീഷണറായിട്ടും അതറിയില്ലേ? ഇല്ല, ഞാൻ ഹണിമൂൺ ആദ്യമായിട്ടാ. കൗശലക്കാരിയാ. കറി തട്ടിയിട്ടാണെങ്കിലും പിള്ളേരെ പുറത്ത് അടിച്ചല്ലോ. സഞ്ജുവിന് സിസ്റ്റേഴ്സിനോട് ഓവർ അറ്റാച്ച്മെന്റ് അല്ലേ? അതെ, രണ്ടും എന്റെ കണ്ണിലെ കൃഷ്ണമണികളാ. വാട്ട് ഈസ് കൃഷ്ണമണി? ഓ, ദാറ്റ് മച്ച്. എനിക്കും മമ്മിയും ഡാഡിയും ബ്രദറും ഒക്കെ ഉണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട് ഗീതു. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നക്ഷത്ര ലോകത്ത് ജീവിക്കുന്നവർ. പക്ഷെ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു പുഴയുടെ ആഴമേ ഉള്ളൂ. ഞങ്ങളൊക്കെ ദാ ഇങ്ങ് ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാ. ബന്ധങ്ങളും കെട്ടുപാടുകളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണീരെല്ലാം കൂടെ ഒരു കടലായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു കടലിന്റെ ആഴം ഉണ്ടാവും. അതുകൊണ്ടാവാം ഒരു ഉപ്പുരസം ഫീൽ ചെയ്യുന്നത്. പിന്നെ സിസ്റ്റേഴ്സിന് കൊടുത്തിട്ട് ബാലൻസ് വരുന്നതിൽ ഒരല്പ സ്നേഹം വൈഫിന് നീക്കി വെച്ചാൽ കൊള്ളാം. കൂടുതലൊന്നും വേണ്ട, a drop of love. അല്പം തലതിരിഞ്ഞതാണെങ്കിലും DGPയുടെ മോളും മിടുക്കിയ. ഈ ചെറിയ വട്ടൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. IPS തനി പഴഞ്ചന, പിന്നെ സിസ്റ്റേഴ്സിനോടുള്ള ഡീപ്പ് ഇന്റിമസി. കുഴപ്പമില്ല, ചെക്കനെ മാറ്റിയെടുക്കാം. നീ എന്നെ കുറിച്ച് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചോ? IPS എന്നെ കുറിച്ച് വല്ലതും വിചാരിച്ചോ? ഇല്ലേ ഇല്ല. എന്താ വിചാരിച്ചെന്ന് എനിക്കറിയാം. നീ വിചാരിച്ചെന്താണെന്ന് എനിക്കും അറിയാം.